ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്നത് ക്രോംപ്റ്റൻ്റെ തന്നെ 12 വാട്ടിൻ്റെ സ്ലിം ലൈറ്റ്സും അതുപോലെ തന്നെ 6 വാട്ടിൻ്റെയും കൂടി രണ്ടും, അത് 12 വാട്ടും 6 വാട്ടുമാണ് നമ്മളിന്ന് നോക്കുന്നത്. അത് അതിൻ്റെ ഡെമോ ഉണ്ട്. അതിന് ശേഷം നമുക്കത് ഫിറ്റ് ചെയ്തതിന് ശേഷമുള്ള രീതിയെ നമുക്ക് കാണാം. ഇത് 12 വാട്ടിൻ്റെ സ്റ്റാർ റേറ്റിംഗ് ഉള്ള മോഡലാണ്. ഓൾറെഡി ഇത് ശരിക്കും 2 വർഷം ഗ്യാരണ്ടിയാണ് ക്രോംപ്റ്റൺ നമുക്ക് തരുന്നത്. 12 വാട്ട് എന്ന് പറയുമ്പോൾ ശരിക്കും നമ്മുടെ സാധാരണ ലൈറ്റിനേക്കാൾ അപേക്ഷിച്ച് കുറച്ചുകൂടി ബ്രൈറ്റ്നസ് കൂടുതലുണ്ട്. ഇതിന് പ്രത്യേകതയുണ്ട് ക്രോംപ്റ്റൺ ആയതുകൊണ്ട്. അത് മാത്രമല്ല, പിന്നെ ഗുണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ 3 കളറിൽ നമുക്ക് അവൈലബിൾ ആണ്. ഇത് ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. ഇത് വൈറ്റ് ആണ് വരുന്നത്. വൈറ്റും ഓൾറെഡി ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ വാം വൈറ്റ് ഉണ്ട്, ന്യൂട്രൽ വൈറ്റ് ഉണ്ട്. വാം വൈറ്റ് കുറച്ചുകൂടി സാധാരണ ലൈറ്റിനെ അപേക്ഷിച്ച് വാം വൈറ്റ് എന്ന് പറയുമ്പോൾ കുറച്ചുകൂടി ഈ കമ്പനിയുടെ ആയതുകൊണ്ട് കുറച്ച് ചെറിയൊരു വാം വൈറ്റ് കുറച്ച് കൂടുതലാണ്. അതായത് കുറച്ചുകൂടി യെല്ലോയിഷ് കുറച്ചുകൂടി ലൈറ്റ് കൂടുതലാണ്. അല്ലാത്ത ലൈറ്റുകൾ കമ്പനികളുടെ ലൈറ്റ് എന്ന് പറയുമ്പോൾ കുറച്ച് അത്രയും യെല്ലോയിഷ് ഇല്ല. കുറച്ചുകൂടി ബെറ്റർ വേറെ സെലക്ട് ചെയ്യുന്നതായിരിക്കും. പക്ഷേ ഇത് കുഴപ്പമില്ല. നമുക്ക് കുറച്ച് വാം എന്ന് പറയുമ്പോൾ കുറച്ചുകൂടി യെല്ലോയിഷ് ഇത് കുറച്ച് കൂടുതലാണ്. അതുപോലെ തന്നെ ന്യൂട്രൽ വൈറ്റ് ഉണ്ട്, സാദാ വൈറ്റ് ഉണ്ട്. അങ്ങനെ 3 കളറുകളിൽ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇതിപ്പോൾ നമ്മൾ ഇട്ടതിന് ശേഷം കോർണറുകളിൽ നമ്മൾ വാം വൈറ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. സെൻറ്ററുകളിൽ, അതായത് 4 കോർണറുകളിലും വാം വൈറ്റ് കൊടുത്തിരിക്കുന്നു. അതിനുശേഷം പിന്നെ കൊടുത്തിരിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ സെൻറ്ററുകളിൽ, അല്ലാത്ത ഒഴിഞ്ഞ സ്ഥലങ്ങളിലെല്ലാം വൈറ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. അത് സെപ്പറേറ്റ് ലീഡുകളാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആവശ്യത്തിന് വേണമെങ്കിൽ വാമ് തെളിക്കാം, അല്ലെങ്കിൽ സാധാരണ ടൈപ്പ് വൈറ്റ് വേണമെങ്കിൽ നമുക്ക് തെളിക്കാവുന്ന രീതിയിലാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. യെല്ലോയിഷ് എന്ന് ഉദ്ദേശിക്കുന്നത് നമുക്ക് അത്യാവശ്യം ഒരു ഷോ വരുന്ന, വാം വൈറ്റ് എന്ന് പറയുന്നത് അത്യാവശ്യം ഒരു ഷോ വരുന്ന രീതിയിലാണ് നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്നത്. അതായത് റൂമൊക്കെ നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ട്. പിന്നെ അത്യാവശ്യം നമുക്ക് വൈറ്റ് കാര്യങ്ങളിലൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എപ്പോഴും ഒരു വെള്ള വെളിച്ചം വീടിൻ്റെ അകത്ത് ആവശ്യമുണ്ടെന്ന് തോന്നിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വൈറ്റ് യൂസ് ചെയ്യാം. വാമ എന്ന് പറയുന്നതിന് ഫംഗ്ഷൻ കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് നമുക്ക് ഓൺ ചെയ്തിട്ടാൽ വീടിൻ്റെ ഇൻറ്റീരിയറിൽ കാണാൻ നല്ല ഭംഗിയായിരിക്കും, കളർഫുള്ളായിരിക്കും. മറ്റേതാകുമ്പോൾ ഓൾറെഡി ശരിക്കും അത്രയും വരുന്നില്ല. നമുക്ക് വൈറ്റ് ആകുമ്പോൾ ശരിക്കും പ്രകാശം മാത്രമേ ഫീൽ ചെയ്യുന്നു. മറ്റേതാകുമ്പോൾ നമുക്ക് മറ്റ് കളറുകൾ, വാം ആയതുകൊണ്ട് മറ്റ് കളറുകളെല്ലാം പുറത്തേക്ക് പ്രൊജക്റ്റ് ചെയ്യുന്ന രീതിയിലാണ് വാം വൈറ്റ് നമ്മൾ യൂസ് ചെയ്യുന്നത്. വാം വൈറ്റ് ആണ് ശരിക്കും നമ്മൾ വീടിൻ്റെ ഇൻറ്റീരിയർ കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ പ്രൊജക്റ്റ് ചെയ്ത് കാണിക്കുന്നത്. വാം വൈറ്റ് ആണ് കുറച്ചുകൂടി ബെറ്റർ. ഇത് 6 വാട്ടിൻ്റെ തന്നെയാണ്. അതിൻ്റെ തന്നെ ക്രോംപ്റ്റൻ്റെ തന്നെ കാണിക്കുന്നത് 6 വാട്ടിൻ്റെ 6. ഇതിൻ്റെ തന്നെ ഓൾറെഡി വരുന്നത് 12 വാട്ടിൻ്റെ വരുന്നുണ്ട്, 9 വാട്ടിൻ്റെ വരുന്നുണ്ട്, 6 വാട്ടിൻ്റെ വരുന്നുണ്ട്. ഇതും ഇതുപോലെ തന്നെ 2 വർഷം വാറണ്ടിയാണ് വരുന്നത്. 2 വർഷം വാറണ്ടി കമ്പനി നമുക്ക് അലോഡ് ചെയ്യുന്നുണ്ട്. ഇതും ഇതുപോലെ തന്നെ 3 ടൈപ്പ് കളറുകളിൽ ലഭിക്കുന്നുണ്ട്. വാം വൈറ്റ്, വൈറ്റ്, ന്യൂട്രൽ വൈറ്റ്. പിന്നെ വരുന്ന പിന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ലൂമിനസ് ആണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഇത് ഏകദേശം 390 ഏകദേശം ലൂമിനസ് വരുന്നുണ്ട്. ഉപയോഗിച്ചിരിക്കുന്ന LEDs എല്ലാം തന്നെ കണ്ടോ, നിങ്ങൾക്ക് അറിയാൻ പറ്റും. കണ്ടോ, 15,000 അവേഴ്സാണ് ഇതിൻ്റെ വർക്കിംഗ് അവർ പറയുന്നത്. അതായത് 2 വർഷം അല്ലെങ്കിൽ 15,000 അവേഴ്സാണ് തരുന്നത്. എല്ലാ LEDകളും തന്നെ അവറുകളിലാണ്. ഇത്ര മണിക്കൂറാണ് അതിൻ്റെ ഗ്യാരണ്ടി തരുന്നത്. നിങ്ങൾ ഏത് കമ്പനിയുടെ അടുത്ത് നോക്കിയാൽ ഇത്ര മണിക്കൂറാണ് അത് തരുന്നുണ്ട്. കമ്പനി ഓൾറെഡി ഇത്ര വർഷം തരുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഇത്ര മണിക്കൂറാണ് ഓരോ എൽ ഇ ഡിയുടെയും ലൈഫ് ടൈം വരുന്നത്. അത് ഏത് LEDയുടെ ഉപകരണങ്ങളെല്ലാം തന്നെ ലൈഫ് ടൈം തരുന്നത് അതിൻ്റെ വർക്കിംഗ് അവറിനെ ആശ്രയിച്ചിട്ടാണ്. അപ്പോൾ നമ്മൾ വർക്കിംഗ് അവർ കുറച്ച് കഴിഞ്ഞാൽ അത്രയും കൂടി ആയുസ് കാര്യങ്ങൾ കുറച്ച് കൂടുതലായിരിക്കും. ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ മടിക്കരുത്. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മടിക്കരുത്. ഇനി എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാനും മടിക്കരുത്. ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആരും ലൈക്ക് ചെയ്തതായിട്ട് കാണുന്നില്ല, ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഓക്കെ, സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ.